ശക്തമായ കാറ്റിലും മഴയിലും പെലിക്കോട് തെക്കേ മാണിയാട്ടെ വാഴകൃഷി നശിച്ചു. കെ ഗോപി, കീനേരി പാർവതി എന്നീ കർഷകരുടെ തോട്ടത്തിലെ വിളതൂങ്ങിയ നേന്ത്രവാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞും കടപുഴകിയും വീണത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പകൽ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് വാഴകൾ ഒടിഞ്ഞും കടപുഴകിയും വീണത്. കുലച്ച 50ഓളം നേന്ത്രവാഴകൾ മൊത്തമായും നശിച്ചു. 2 മാസം കഴിഞ്ഞ് വിളവെടുക്കേണ്ടവയാണ് ഇവ. 40,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകർ പറയുന്നു. ഇവരുടെ 8 മാസത്തോളം നീണ്ട കഠിനാധ്വാനമാണ് പാഴായത്. ഈ മഴ പെയ്ത സമയത്ത് കാറ്റടിച്ചു എല്ലാം പൊട്ടി വീണു. ഇപ്പോൾ നമ്മൾ സാധാരണ ഇത് ഈ കുലച്ച് വിരിയുന്ന സമയത്തേ, അപ്പോൾ പറഞ്ഞാൽ ഈ പൊട്ടി വീലിനെ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50ഓളം വാഴ ഇപ്പം പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടി വീണതിൽ ഇപ്പോൾ നമുക്ക് കണക്കൂട്ടി ഏകദേശം ഒരു 10-40,000 രൂപ എന്തായാലും അതിൽ തന്നെ നഷ്ടം വരും. കുറേ കുറക്കാതെ പോയിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം 8 മാസമായി. 8 മാസമായി ഇപ്പം കുലച്ച് ഇപ്പം ഇങ്ങനെ വിരിഞ്ഞ് ആവുന്നത്ര. നമുക്ക് ഏകദേശം ഒരു 11 മാസമാകുമ്പോൾ ഇതിൻ്റെ വിളവെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്തായി ഇപ്പോൾ ഉള്ള നഷ്ടം സംഭവിച്ചത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ എല്ലാം ഒഴിവാക്കലിനെ. എന്നാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. അവർ നാളെ ഒന്ന് അന്വേഷിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി വി മധുസൂദനൻ, പഞ്ചായത്ത് അംഗം രവീന്ദ്രൻ മാണിയാട്ട്, CPM ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ, R വിനോദ്, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി C നാരായണൻ, K സുകുമാരൻ, P ഗംഗാധരൻ എന്നിവർ സ്ഥലത്തെത്തി. നാശനഷ്ടം നേരിട്ട കർഷകർക്ക് ആശ്വാസകരമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.